ഹായ് ഹലോ വെൽക്കം ബാക്ക്. നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അറേബ്യൻ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഒരു പുഡിങ് ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ലെയറാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് സോസ് ആവശ്യമായിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലത്തെ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കണം, കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പാലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സാക്കി എടുത്തൊരു കസ്റ്റാർഡ് പൗഡർ നമുക്ക് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാലൊക്കെ തിളച്ച് വരുന്ന മുന്നായിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ കസ്റ്റാർഡൊക്കെ ഒന്ന് മിക്സാക്കി റെഡിയാക്കി വെച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു പാലിലേക്ക് ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, നല്ലോണം തിക്കായിട്ട് നമുക്ക് ഈ ഒരു സോസ് വേണ്ട കേട്ടോ. കുറച്ചൊരു ലൂസായിട്ട് തന്നെ നമുക്കൊരു കസ്റ്റാർഡിൻ്റെ മിക്സ് കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കതിലേക്ക് വേറൊരു സോസ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമും പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് മധുരത്തിനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീമിൽ ഓൾറെഡി മധുരം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മിൽക്ക് മെയ്ഡും കുറച്ച് ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രഷ് ക്രീമിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം എടുക്കാവുന്നതാണ്. ഫ്രഷ് ക്രീമിന് പകരമായിട്ട് കേട്ടോ. ഐസ്ക്രീം ഒന്ന് ലൂസാക്കി എടുക്കുക. ഫ്രിഡ്ജിൽ നിന്നൊക്കെ നേരത്തെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് നല്ലോണം ലൂസാക്കി എടുത്താൽ മതി. പിന്നെ ഐസ്ക്രീമിൽ മധുരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മിൽക്ക് മെയ്ഡും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഐസ്ക്രീം എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു പുഡിങ്ങിന് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഏത് ബ്രെഡ് എടുക്കാവുന്നതാണ്. അത് നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ഈ ഒരു സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. നമ്മൾ ലെയർ ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ഒരു പാത്രത്തിനനുസരിച്ചിട്ട് വേണം പുഡിങ് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ട്രേക്ക് അനുസരിച്ച് വേണം ഇവിടെ ബ്രെഡൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതവിടെ ഒരു ട്രേ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബ്രെഡിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഫസ്റ്റ് ലെയർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ബ്രെഡ് ഇതൊക്കെ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ റെഡിയാക്കി വെച്ച ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചെടുക്കുമ്പോൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. കാരണം ആ ഒരു ബ്രെഡ് ആ ഒരു കസ്റ്റാർഡിൽ ഒന്നിങ്ങനെ കുതിർന്ന് വരില്ല, അങ്ങനെ വരണം കേട്ടോ. എങ്കിൽ മാത്രം നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം ആ ഒരു കസ്റ്റാർഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഒന്നുകൂടി ഒരു സ്റ്റെപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വശത്തൊക്കെ നിങ്ങൾക്ക് ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ബ്രെഡ് ചെറിയ പീസാക്കിയിട്ട് അവിടെയൊക്കെ വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സെക്കൻഡ് ലെയറിൽ ഇത്ര ബ്രെഡ് മാത്രമേ വെക്കുന്നുള്ളൂ. ഇപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ബ്രെഡൊക്കെ എല്ലായിടത്തും എത്തിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ ബാക്കിയുള്ള ആ ഒരു കസ്റ്റാർഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റാർഡ് ഫുള്ളായിട്ട് അങ്ങനെ എല്ലായിടത്തും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് റെഡിയാക്കി വെച്ച ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു സോസ് ഉണ്ടല്ലോ, ആ ഒരു സോസ് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ടോപ്പിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് തന്നെ കഴിക്കുമ്പോൾ കടിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ വീട്ടിൽ പാർട്ടികളൊക്കെ ഉള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നട്ട്സൊക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇത് നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ല. അപ്പോൾ ഇതുപോലത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളിലൊന്ന് ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.